ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെമ്മറീസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുടംപുളി ഇട്ട് വറ്റിച്ച കോവയ്ക്ക കറിയും കോവയ്ക്ക ഫ്രൈയുമാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക നീളത്തിലരിഞ്ഞ് മീനൊക്കെ വരയുന്ന പോലെ നേരിതാക്കി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഉറിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവയ്ക്കയെല്ലാം ഞാൻ അതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലാസ് കോവയ്ക്കയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലാസ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കണം. പാൻ ചൂടായി വരുമ്പോൾ എണ്ണയൊഴിച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് ഓരോ കോവയ്ക്കയായി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി കഴിഞ്ഞ കോവയ്ക്ക ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. തക്കാളി, സവാള, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില ഇവ ചൂടായ ചട്ടിയിൽ എണ്ണയൊഴിച്ചതിന് ശേഷം ഇവയെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴണ്ടി വന്ന തക്കാളിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം കുടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളിയും ചാറും നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക കുടംപുളി ചാറിൽ പുളിയെല്ലാം പിടിച്ച് നല്ലപോലെ വറ്റി വരുമ്പോൾ നമ്മുടെ കുടംപുളിയിട്ട് വറ്റിച്ച കോവയ്ക്ക കറി റെഡി. കുടംപുളിയിട്ട് വറ്റിച്ച കോവയ്ക്ക കറി സൂപ്പറാട്ടോ. ടേസ്റ്റിന് ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ല. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കോവയ്ക്ക ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുരുമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം ചേർത്ത് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിരിക്കുന്ന മിക്സ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയിലേക്കിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാനിൽ എണ്ണ ചൂടാക്കി വേപ്പിലയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഫ്ലേവർ ഈ പൊരിച്ച കോവയ്ക്കയ്ക്ക് അടിപൊളി ഫ്ലേവറാണ്. ഇതൊന്നുമില്ല എന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. ഒരൈറ്റം വെച്ച് തന്നെ 2 കറി ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.